തുടർന്നു. കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. ആന്തരികാവയവ പരിശോധനയുടെ ഫലം പുറത്തുവന്നു. കീടനാശിനിയുടെ അംശം കണ്ടെത്തി. മെത്തനോളിന്റെയും അംശവും ശരീരത്തിൽ കണ്ടെത്തിയതായാണ് രാസപരിശോധനാ ഫലം റിപ്പോർട്ട്. മണിയുടെ സഹോദരൻ RV രാമകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. തത്സമയം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നമുക്കൊരു അറിയിപ്പായിട്ട് തന്നിട്ടില്ല. അറിയിപ്പിന്റെ കോപ്പി നമുക്ക് ലഭിക്കും പ്രകാരം നമ്മൾ മേൽനടപടികളിലേക്കായിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഹലോ, ശരി. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം ഉണ്ടെന്ന് രാസപരിശോധനാ ഫലം സ്ഥിരീകരിക്കുന്നു. മെത്തനോളിന്റെയും എത്തനോളിന്റെയും സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. രാസപരിശോധനാ ഫലം വന്നതിന്റെ പശ്ചാത്തലത്തിൽ സഹോദരൻ RV രാമകൃഷ്ണൻ പ്രതികരിക്കുകയായിരുന്നു. ശ്യാംകൃഷ്ണനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, എന്താണ് സഹോദരൻ പറയുന്നത്? പ്രസാദ്, സഹോദരൻ പ്രധാനമായും പറയുന്നത് രാസപരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. രാസപരിശോധനാ ഫലത്തിൽ മെത്തനോളിന്റെയും എത്തനോളിന്റെയും മാത്രമല്ല കീടനാശിനിയുടെയും അംശം കലാഭവൻ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന രാസപരിശോധനാ ഫലം. അങ്ങനെയാണെങ്കിൽ ഇത് ബോധപൂർവം ഒഴിച്ചു കൊടുത്തതാകാനാണ് സാധ്യത. കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും കലാഭവൻ മണിക്കുണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് തന്നെ പാലക്കാട് ഒരു വലിയ സ്റ്റേജ് ഷോയിൽ പരിപാടി അവതരിപ്പിച്ചിരുന്നു. ഈ മരിച്ച ദിവസം അന്ന് തന്നെ കുന്നംകുളത്ത് ഒരു പരിപാടി കലാഭവൻ മണി ഒരു സ്റ്റേജ് പ്രോഗ്രാം ഏറ്റിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യവും മണിക്കുണ്ടായിരുന്നില്ല. അത് തീർച്ചയായും കൂടെ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നത് മാറ്റി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത്. ഇക്കാര്യത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. രാസപരിശോധനാ ഫലം കയ്യിൽ കിട്ടിയതും പരാതി കൊടുക്കും. ഇക്കാര്യത്തിൽ കലാഭവൻ മണിയുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളെയും നിരന്തരം മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെയും പലതവണ നേരിട്ട് കലാഭവൻ മണിയുടെ സഹോദരൻ RV രാമകൃഷ്ണൻ തന്നെ പലപ്പോഴും വാൺ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമായ കൊലപാതകമാകാനാണ് സാധ്യത. ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ സഹോദരൻ പറയുന്നത്. ദയവായി തുടരുക. PP സന്ധ്യയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. സന്ധ്യ, രാസപരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രസാദ്, ഏറ്റവും പ്രധാനമായി മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലോർപിരിഫോസ് എന്ന കീടനാശിനിയുടെ അംശമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് എന്നാണ് നിഗമനം. ഇത് മനുഷ്യ ശരീരത്തിൽ കടന്നാൽ നേരിട്ട് ഞരമ്പുകളെ ബാധിച്ച് അപകടാവസ്ഥയിൽ എത്തിക്കുമെന്നുള്ളതാണ് ഈ കീടനാശിനിയുടെ പ്രത്യേകത. ഈ കീടനാശിനിയാണ് മണിയുടെ രക്തത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ മെത്തനോളിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മെത്തനോളിന്റെ അംശം കുറവായിട്ടാണ് കാണുന്നത്. ഇതൊരു പക്ഷേ മണിക്ക് ലഭിച്ച ചികിത്സയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞതായിരിക്കാം എന്നാണ് നിഗമനം. ഏതായാലും റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറി ഈ പരിശോധനാ ഫലം പോലീസിന് ഉടനെ തന്നെ കൈമാറും എന്നാണ് അറിയുന്നത്. പ്രസാദ്, PP സന്ധ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആന്തരികാവയവ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എത്തനോളിന്റെയും അംശവും കണ്ടെത്തിയിട്ടുണ്ട്. ഔട്ട് ഹൌസിൽ ചാരായം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ തന്നെ നേരത്തെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ശ്യാംകൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്യാം, തൃശൂരിൽ ചാലക്കുടിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സഹോദരന്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. രാസപരിശോധനാ ഫലം കൂടി പുറത്തു വന്നതോടെ എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? പ്രസാദ്, ഈ കലാഭവൻ മണിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദുരൂഹതയുടെ പ്രധാന തെളിവ് രാസപരിശോധനാ ഫലം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടന്ന ദിവസം മുതൽ ഏവനും പ്രതീക്ഷിച്ചിരിക്കുന്നതും രാസപരിശോധനാ ഫലത്തെയാണ്. കാരണം എന്താണ് മരണകാരണം എന്നതിനെ സംബന്ധിച്ചായിരുന്നു ഇത്രയും അന്വേഷണം നടന്നിരുന്നത്. പ്രധാനമായും കലാഭവൻ മണിയെ അവസാനം ചികിത്സിച്ചിരുന്ന ഡോക്ടർ മീഥൈൻ ആൽക്കഹോളിന്റെ അംശം കലാഭവൻ മണിയുടെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞതു മുതൽ ചാലക്കുടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. ഇപ്പോൾ ഈ രാസപരിശോധനാ ഫലത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കീടനാശിനി കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമായും എങ്ങനെയാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ ഈ കീടനാശിനി എത്തിയത്? അത് മദ്യത്തിലുണ്ടായിരുന്നുവെങ്കിൽ കലാഭവൻ മണിയോടൊപ്പം അന്ന് വൈകുന്നേരം മദ്യപിച്ച സുഹൃത്തുക്കളെ കൂടി അത് ബാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കലാഭവൻ മണിയുടെ ശരീരത്തിലെത്തി? ഇപ്പോൾ ബന്ധുക്കൾ ആവർത്തിച്ച് പറയുന്ന കാര്യം, രാവിലെ കലാഭവൻ
കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മി വെളിപ്പെടുത്തിയ കാര്യം ഒരിക്കലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യവും കലാഭവൻ മണിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഈ രാസപരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം സഹോദരൻ പ്രധാനമായും പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. കാരണം ആ മരിക്കുന്ന ദിവസം പോലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ഏറ്റതായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ മാനസികമായി ഒരു സംഘർഷവും അനുഭവിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇതിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കലാഭവൻ മണിയുടെ അടുത്ത സഹായികളായ അരുൺ, വിപിൻ, മുരുകൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അരുൺ ഇവരെ സംബന്ധിച്ച് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആരോപണം കലാഭവൻ മണി മരിച്ച ദിവസം ആശുപത്രിയിലായ ദിവസം തന്നെ ഈ വിശ്രമ കേന്ദ്രത്തിലെത്തി വിശ്രമ കേന്ദ്രം പൂർണ്ണമായും വൃത്തിയാക്കിയ സാഹചര്യം ഉണ്ടായി. ഇത് അന്വേഷണത്തെ സാരമായി ബാധിച്ചു. എന്തിനാണ് തിടുക്കപ്പെട്ട് ഈ സഹായികൾ കലാഭവൻ മണിയുടെ പാടി വൃത്തിയാക്കിയത് എന്ന കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. തീർച്ചയായും രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റു മൊഴിയുടെ അടിസ്ഥാനത്തിലുമായിരിക്കും ഇനി പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. പ്രസാദ്.